വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രസ് മീറ്റിലേക്കാണ് കടക്കുന്നത്. അതിന്റെ ടീം അംഗങ്ങളെല്ലാം, ഡയറക്ടർ അടക്കം, നാദിഷ അടക്കം, അതിന്റെ കലന്തൂർ, നമ്മുടെ കിട്ടുന്നില്ല എന്ന് എല്ലാരും പറയും. എനിക്കൊരു കുഴപ്പമില്ല. ഹലോ, അതെ ഞാൻ ഇപ്പൊ മഞ്ജു പറഞ്ഞ മോശമായി പോയി. അച്ഛന് അർജുന അശോകനെ ഇവിടെ ഇരുത്തിയിട്ട് നായിക ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല, നായക ദാരിദ്ര്യമുണ്ടെന്ന് എന്തായാലും പറയും. കാരണം അവൻ നായകനല്ലേ? ഏതായാലും എല്ലാവരും ബിസിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ, നായികമാരും നായകന്മാരും ഒക്കെ. അപ്പൊ പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഹലോ, എല്ലാവരും കണ്ടതിൽ ഒരു സന്തോഷമുണ്ട്. കുറച്ചുകൂടെ ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പോൾ നാദിഷയ്ക്കും റാഫിക്കും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, പക്ഷേ സിനിമ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും. ഇപ്പോൾ അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 31 പടം റിലീസാകാണ്. ഇപ്പോൾ തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം, എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. താങ്ക് യു. ഇനി ശരിക്കും നായകനോടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതേപോലെ വാപ്സിൻ്റെയും നാസിഖാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല, എന്നാലും അത്ര പെട്ടെന്നുമല്ല. എന്നാലും ഇപ്പോൾ നല്ലൊരു സമയത്ത് ആണ് ഇപ്പോൾ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്, ചില ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും 31st പടം തുടങ്ങുമ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. ദേവിക, നായിക. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു. ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുമ്പോൾ അത് സത്യമാണ്. അല്ല സത്യമായിട്ടും റാഫി സാറിൻ്റെയൊക്കെ പടം, നാദിഷ സാറിൻ്റെ ആണെങ്കിലും ചെറുതാകുമ്പോൾ മുതലേ കണ്ടു വളർന്ന് ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിൻ്റെയൊക്കെ പടം എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, റിവ്യൂസ് പറയുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിന് സത്യസന്ധമായ റിവ്യൂസ് പറയാ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മുബിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാനും ഈ ഫിലിമിൽ പടത്തിൽ ചെറിയൊരു വേഷം, ചെറിയല്ലോട്ടെ, എന്നെ സംബന്ധിച്ചിട്ട് വലിയ വേഷമാണ്. എന്നാലും ഒരു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അല്ല നമ്മളൊന്നും നായകനൊന്നായിട്ടില്ല. നമ്മളിപ്പോൾ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ്. ഇക്ക ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട്. അങ്ങനെ ഈ നേരത്തെ ഒരു കാര്യം പറയാം, ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കയുടെ ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെയും
കട്ടപ്പന ഋത്തിക് റോഷൻ അതിനകത്ത്. അതുപോലെ തന്നെ ഈ പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട്. ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇക്കായിട്ട് കൂടി ആലോചിച്ച് ചെന്ന് ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ ചെന്നു കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട്, നായകൻ്റെ ഉപ്പ ഇരിപ്പുണ്ട്, പിന്നെ റാപ്പിൽ സാർ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പം മുട്ടയടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് നമ്മുടെ പാഷാൻ ഷാജി. ഇതിനകത്ത് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇക്കായിട്ട് കൂടി ആലോചിച്ച് ചെന്ന് ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ ചെന്നു കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട്, നായകൻ്റെ ഉപ്പ ഇരിപ്പുണ്ട്, പിന്നെ റാപ്പിൽ സാർ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പം മുട്ടയടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് നമ്മുടെ പാഷാൻ ഷാജി. അപ്പോൾ ഇക്ക CCയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള്ള് ഇട്ട് കേൾപ്പിച്ചു. അട്ടിപ്പം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ പോലെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാദിഷയ്ക്കും റാഫി സാറുടെയും എഗെയിൻ ഞാനും പറയുകയാണ്, റാഫി സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് കണ്ട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനും. അതുപോലെ തന്നെ നാദിഷയ്ക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത ഫിലിംസ് ആണ്. അപ്പോൾ അതിൽ എഗെയിൻ എനിക്ക് മുമ്പ് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇക്കയുടെ ഒരു 2 ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു അൺഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. അൺഭാഗ്യവശാൽ ഞാൻ ആഡ് ചെയ്തു. ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയണ്ടത്. ഞങ്ങളുടെ ഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. എന്റെയാണോ? അങ്ങനെ ആക്കരുത്. അല്ല അപ്പോ ഇപ്പോ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഭാഗമാവാൻ പറ്റിയ സന്തോഷമുണ്ട്. നമ്മള് പ്രൊമോഷൻ വന്നേക്കല്ലേ, വൈ നെഗറ്റീവ്സ് അല്ലേ? എന്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയരുത്. സോ ഇതില് ഞാനൊരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഒരു സാധാരണ ഒരു പെൺകുട്ടി, ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ചുറ്റുവട്ടത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അധികം പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ്. ഇക്ക പറഞ്ഞ പോലെ എന്റർടൈനിങ് ആണ്. എന്നാൽ ഫൈറ്റ് ഉണ്ടോ അതുണ്ട്, എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ്. അപ്പോൾ 31st റിലീസ് ആവാണ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എപ്പോഴും കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കനന്ദ സാറ്